ഉത്തർപ്രദേശിലെ സംഭാലിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചതിന് പിന്നാലെ 46 വർഷമായി കെട്ടിയടച്ചിരുന്ന ശിവക്ഷേത്രം കണ്ടെത്തി. പൂജാരിമാർക്ക് പ്രദേശത്ത് താമസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ക്ഷേത്രം ഉപേക്ഷിച്ച് പോവുകയായിരുന്നുവെന്ന് ഭക്തർ പറയുന്നു. സംഭാലിൽ കയ്യേറ്റങ്ങൾക്കെതിരെ ജില്ലാ ഭരണകൂടം ശക്തമായ നടപടികളിലേക്കാണ് കടന്നിട്ടുള്ളത്. പോലീസിന്റെ സഹായത്തോടെ റവന്യൂ അധികാരികൾ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനിടെയാണ് സംഭലിൽ പുരാതന ശിവക്ഷേത്രം കണ്ടെത്തിയത്. സമീപം വീടുകൾ പണിത് പൂർണ്ണമായും ക്ഷേത്രത്തെ മറച്ചിരുന്നു. 46 വർഷമാണ് കയ്യേറ്റക്കാർ ക്ഷേത്രം കെട്ടിയടച്ചത്. ശിവലിംഗം കൂടാതെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിനുള്ളിൽ കണ്ടെത്തി. പ്രദേശത്ത് താമസിച്ചിരുന്ന ഹൈന്ദവ കുടുംബങ്ങൾ ക്ഷേത്രത്തിൽ നിത്യാരാധന നടത്തിയിരുന്നുവെങ്കിലും പിന്നീട് അവർ നാടുവിടേണ്ട സാഹചര്യമുണ്ടായി. പൂജാരിമാർക്കാർക്കും തന്നെ ക്ഷേത്രത്തിന് പരിസരത്ത് താമസിക്കാൻ കഴിയാതായതോടെ 1978 ക്ഷേത്രം അടയ്ക്കുകയായിരുന്നുവെന്ന് ഭക്തർ വ്യക്തമാക്കുന്നു. जन्म से यहाँ रहते थे खगुसराय में। हमारे पीछे मकान है, ये मकान भी हमारा ही था, इधर भी मकान हमारा है। बेच के चले गए, क्या हुआ? हाँ, 78 के बलबे के बाद बेच के चले गए। अब यहाँ मंदिर कब से था ये? मंदिर तो हम जन्म से मेरी उम्र 82 साल है जब से मंदिर देख रही हूँ। മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഈ മേഖലയിൽ കൂട്ടത്തോടെ താമസിക്കുന്നത്. ക്ഷേത്ര കിണറിന് മുകളിലൂടെ പ്രത്യേകമായി നടപ്പാത കെട്ടിയിരുന്നതായും ക്ഷേത്രത്തിന്റെയും വിഗ്രഹങ്ങളുടെയും കാലപ്പഴക്കം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നും സംഭൽ ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ രാജേന്ദർ परसिया പറഞ്ഞു. ये जब हम बिजली चोरी की घटनाएं बहुत ज्यादा थी, यहाँ पे लोग एंटर नहीं करते थे, इसलिए हम यहाँ पे आए और आने पर जब देखा तो यहाँ पे एक मंदिर है एनक्रोच्ड मिला जिसको हम साफ करवा रहे हैं. दूसरा ये जो कुआं था उसके ऊपर रैंप बना रखा था, तो किसी ने बताया कि इसके नीचे रैंप है, हमें पता नहीं चला, लेकिन एक व्यक्ति धीरे से आए और हमें बता के गए, तो हमने इसको रैंप को जब हटाया तो नीचे कुआं निकला. പുരാതന ക്ഷേത്രം തകർത്താണ് സംഭലിൽ ഷാഫി ജുമാ മസ്ജിദ് പണിതതെന്ന് ചൂണ്ടിക്കാട്ടി നിയമവ്യവഹാരങ്ങൾ നടക്കുന്നതിനിടെ സർവേ നടപടികൾക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമം അഴിച്ചുവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രദേശത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. ജനം, ഡൽഹി.